Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് VVT ടെക്നോളജിനെ കുറിച്ചിട്ടാണ്. VVT ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഓരോ ബാഡ്ജിങ് കാണാൻ പറ്റും. VVT, VTVT, ti-vct അങ്ങനെ ഒരു ബാഡ്ജിങ് കാണാറുണ്ട്. ഇപ്പോൾ ഹുണ്ടായുടെ വാഹനങ്ങളിലാണെങ്കിൽ VTVT കാണാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഹോണ്ടയുടെ ആണെങ്കിൽ iVTEC, iDTEC, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാരുതി സുസുക്കിയിലാണെങ്കിൽ VTVT I, പിന്നെ ഡ്യുവൽ VTVTi, ഇങ്ങനെ ടെക്നോളജീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമറയുടെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്യാമറയുടെ റിവ്യൂവിൽ ക്യാമറയുടെ സൈഡിലായിട്ടൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്, ഡ്യുവൽ VVTi ടെക്നോളജി എന്നുള്ളത്. VTVT എന്നുള്ള ഹുണ്ടായിൽ വരുന്ന ബാഡ്ജിങ്ങും അല്ലെങ്കിൽ VTEC എന്നുള്ള ഹോണ്ടയിൽ വരുന്ന ബാഡ്ജിങ് ആയാലും ഇപ്പോൾ മറ്റേ നിങ്ങളുടെ മാരുതി സുസുക്കിയിൽ കാണുന്ന VVT എന്നുള്ള ബാഡ്ജിങ് ആയാലും എന്താണ് ഇതിൻ്റെ യൂസ്, എന്താണ് ഈ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മിക്ക ആൾക്കാർക്കും ഈ വാഹനം കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അറിയില്ല. ശരിക്കും ഇതെന്താണ് എന്നുള്ളത് പറയുവാണെങ്കിൽ, നമ്മുടെ ഈ VVT എന്നുള്ള ആ ഒരു ടെക്നോളജിയാണ് ബേസിക് ഈ കാണുന്ന പല ബ്രാൻഡുകൾ പല പേരുകളിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ടെക്നോളജിയുടെ ബേസിക് ടെക്നോളജിയാണ് VVT എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ എന്താണ് VVT എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലല്ലേ കാര്യമുള്ളൂ. നമ്മുടെ പഴയകാല വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, CC ഭയങ്കര കൂടുതലായിരിക്കും. കാരണം 1.8 ലിറ്ററോ 2 ലിറ്ററോ അല്ലെങ്കിൽ 3.0 3000 CC, 2000 CC, 1500 CC ഒക്കെ ആയിരിക്കും. പക്ഷേ ആ വാഹനങ്ങൾ ഫ്യൂവൽ എഫിഷ്യൻസിയിലും പെർഫോമൻസിലൊക്കെ ഭയങ്കര പിറകിലായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ള 1300 CC സ്വിഫ്റ്റ് പോകുന്ന ഒരു പവർ ആ പെർഫോമൻസിൽ ഒരിക്കലും നമ്മുടെ 3000 CC വാഹനങ്ങൾ പോകില്ലായിരിക്കും, 2500 CC വാഹനങ്ങൾ പോകില്ലായിരിക്കും. മൈലേജിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ ടെക്നോളജീസ് വികസിച്ച് വരുന്നത് ഏറ്റവും കുറഞ്ഞ ബോഡി വെയ്റ്റിൽ, ഏറ്റവും കുറഞ്ഞ എൻജിൻ CCയിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന വാഹനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വികസിച്ച് വരുന്ന ടെക്നോളജികളിൽ പ്രധാനമായിട്ടുള്ളൊരു ടെക്നോളജിയാണ് VVT എന്നുള്ള ടെക്നോളജി. വേരിയബിൾ വാൽവ് ടൈമിംഗ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ മുമ്പത്തെ വാഹനങ്ങൾ, ഞങ്ങൾ പഴയകാല വാഹനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം. പഴയകാല വാഹനങ്ങളിൽ ഒരു ഫിക്സ്ഡ് ടൈമിങ്ങിൽ വാൽവ് ഓപ്പൺ ചെയ്യും, വാൽവ് ക്ലോസ് ആവും. അതായത് എൻജിൻ്റെ എയർ ഫ്യൂവൽ മിക്സ്ചർ എൻജിൻ്റെ സിലിണ്ടറിൻ്റെ അകത്തേക്ക് വലിക്കുമ്പോൾ ആ ഒരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ടാവും. ആ ടൈമിങ്ങിൽ വാൽവ് ഓപ്പൺ ആകുമ്പോൾ ഈ മിക്സ്ചർ എൻജിൻ്റെ അകത്തേക്ക് കയറുന്നു, ആ വാൽവ് അടയുന്നു. അത് കത്തിക്കഴിയുമ്പോൾ എക്സോസ്റ്റ് പോകാനുള്ള വാൽവ് തുറക്കുന്നു, ഇത് പുറത്തേക്ക് പോകുന്നു. ഇതൊരു പെർമനൻറ്റ് ടൈം, ആ ഒരു ടൈമിംഗ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ലോ RPMൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ഹൈ RPMൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും സഡൻ ആയിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഹൈ പിക്കപ്പിലേക്ക് ഇങ്ങനെ വലിച്ച് ആക്സിലറേഷൻ കൊടുത്ത് കൂട്ടി കയറി പോകുന്ന ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഏത് ടൈമിങ്ങിലാണെങ്കിലും ഇത് ഒരു ഫിക്സ്ഡ് ടൈമിങ്ങിൽ ഈ വാൽവ് ഓപ്പൺ ആവും, ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ വാൽവ് സെറ്റ് ചെയ്യുക, വാൽവിൻ്റെ ടൈമിംഗ് കറക്റ്റ് ചെയ്യുക, വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ് ചെക്ക് ചെയ്യുക, അങ്ങനെ ഒരുപാടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജീസൊക്കെ വന്ന സമയത്താണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റങ്ങളുമായിട്ട് ഈ ഒരു VVT എന്നുള്ള ടെക്നോളജി വന്നത്. ഈ ടെക്നോളജി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാഹനം ലോ RPMലും ഹൈ RPMലും ഒരേ വാൽവ് ടൈമിംഗ് അല്ല വേണ്ടത്. കാരണം ഈ വാൽവ് ഓപ്പൺ ആവുന്ന ടൈം, അതായത് ഓപ്പൺ ആവുന്ന ടൈം, ആ ഓപ്പണായി നിൽക്കുന്ന ഡ്യൂറേഷൻ, അതിൻ്റെ ക്ലോസിങ്, ഇതിൻ്റെ എല്ലാം ടൈമിങ്, ഇതെല്ലാം ലോ RPMലും ഹൈ RPMലും വ്യത്യാസം വരണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ RPMൽ ഈ ടൈം ഡ്യൂറേഷൻ, അതായത് ഈ വാൽവ് ഓപ്പൺ ആയി അത് ക്ലോസ് ആവുന്നതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ കൊടുത്താൽ മാത്രമാണ് ഇത്രയും ഫാസ്റ്റായിട്ട് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ആ വാൽവ് ഓപ്പണായി നിൽക്കുന്ന ടൈം ഡ്യൂറേഷനിൽ കുറച്ച് കൂടുതൽ ടൈം ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹൈ RPMൽ എന്ത് പറ്റുള്ളൂ, മാക്സിമം ഫ്യൂവൽ എയർ മിക്സ്ചർ ഈ കമ്പഷൻ ചേമ്പറിലേക്ക് കയറാനും അത് ബേൺ ചെയ്ത് അത്രയും ആവശ്യമായിട്ടുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു വാഹനത്തിന് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാൽവ് ഓപ്പൺ ക്ലോസിങ് ആ ഒരു ടൈമിങ്ങിനെ സെപ്പറേറ്റ് ഒരു മെക്കാനിസം വെച്ചിട്ട് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വ്യത്യാസപ്പെടുത്തുക, അത് വേരി ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാരുതി സുസുക്കിയുടെ വാഹനങ്ങളിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊയോട്ടയുടെ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന VVT എന്നുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കണ്ടായിരുന്നു, ക്യാമറയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്യുവൽ VVTi ടെക്നോളജിയാണ്. അതായത് വേരിയബിൾ വാൽവ് ടൈമിംഗ് ഇൻ്റലിജൻസ് എന്നുള്ള I കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട്, അത് വണ്ടിയുടെ നമ്മളെ മിക്ക വാഹനങ്ങളും നോക്കി അറിയാൻ പറ്റും. പണ്ടൊക്കെ ആക്സിലറേറ്ററിൻ്റെ ചവിട്ടി കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കേബിളായിരുന്നു, ആക്സിലറേറ്റർ കേബിൾ റീപ്ലേസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ ഇപ്പോൾ ഉള്ള മിക്ക വാഹനങ്ങളും ആക്സിലറേഷൻ കേബിളിൽ നിന്ന് മാറ്റിയിട്ട് ആക്സിലറേഷൻ ആ പെഡലിൽ സെൻസർ വെച്ചിട്ട് ആക്സിലറേറ്റർ പെഡൽ സെൻസറായി.
അപ്പോൾ നമ്മൾ എത്ര ആക്സലറേഷൻ കൊടുക്കുന്നോ അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻസർ എഞ്ചിനിലുണ്ടാവും, അത് ഡിറ്റക്റ്റ് ചെയ്ത് എത്ര നമ്മളിപ്പോൾ RPM കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ആക്സലറേഷൻ റേസ് ചെയ്തിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ചലനങ്ങളും നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ മെക്കാനിക്കൽ പാർട്സിലും ഒരു സെൻസർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ ഈ ടൈമിംഗ്, വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്, അതിൻ്റെ ടൈമിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സിസ്റ്റമാണ് ഈ VVT എന്നുള്ളത്. അത് പല വാഹനങ്ങളിലും പല ബ്രാൻഡുകളും പല രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ഹോണ്ടയുടെ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ i-VTEC, i-DTEC എന്ന് കാണാൻ പറ്റും. കാരണം VTEC യൂസ് ചെയ്യുന്നത് നമ്മുടെ പെട്രോൾ വാഹനങ്ങളും DTEC യൂസ് ചെയ്യുന്നത് ഡീസൽ വാഹനങ്ങളിലുമാണ്. വേരിയബിൾ വാൽവ് ടൈമിംഗ് വിത്ത് ഇലക്ട്രോണിക് കൺട്രോൾ എന്നാണ്. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ട് ആ വാൽവിൻ്റെ ടൈമിംഗ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് ഈ VTEC എന്നുള്ളതെന്ന് വെച്ചാൽ. അതിനകത്ത് ചേർന്ന് ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയപ്പോൾ i-VTEC എന്ന് തോന്നുന്നു. ഈ i-VTEC വന്നപ്പോൾ ഇൻ്റലിജൻസ് വാൽവ് എന്നുള്ളത് ആ ഫുൾ ഫോമിലായി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അതിന് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടിയും അതിൻ്റെ വണ്ടി മൂവിങ്, വണ്ടിയുടെ സ്പീഡ്, വണ്ടിയുടെ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അപ്പോൾ ഒരു ടെക്നോളജിനെ അതിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ് ടൈമിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് ഈ i-VTEC എന്നുള്ള ടെക്നോളജി വളർന്നു വന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ മസ്താങ് പോലുള്ള 2007, 2008 മോഡൽ ആ മസ്താങ് GT പോലുള്ള വാഹനങ്ങളിലെല്ലാം, പഴയ വാഹനങ്ങളിലെല്ലാം നമുക്ക് നോക്കാം VCT എന്നുള്ള ടെക്നോളജി കാണാൻ പറ്റും. അത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലുള്ള വാഹനങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ട് ti-vct എന്നുള്ള ടെക്നോളജി, അതായത് ഫോർഡിൻ്റെ വാഹനങ്ങൾ കൂടുതലായിട്ട് ti-vct എന്നുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വിൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ക്യാം ഷാഫ്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ്. പക്ഷേ ഈ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാം ഷാഫ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ടൈമിങ്ങിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് കൃത്യമായി ഹൈ RPMലും ലോ RPMലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ് ടൈമിംഗ് കൺട്രോൾ ചെയ്തിട്ട് മാക്സിമം എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിനിലേക്ക് കടത്തി വിട്ട് അത് ആവശ്യമുള്ള സമയത്ത് കൂടുതലും ആവശ്യമില്ലാത്ത സമയത്ത് കുറവും ആക്കി കൃത്യമായ അളവിൽ ഫ്യൂവൽ ബേൺ ചെയ്യിക്കുക, കൃത്യമായിട്ടുള്ള ആക്സിലറേഷനിൽ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പവർ പെർഫോമൻസ് വണ്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ബ്രാൻഡുകളും പല രീതിയിൽ പല പേരുകളിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇത് VVT എന്നുള്ള ടെക്നോളജിയാണ്, വേരിയബിൾ വാൽവ് ടൈമിംഗ്. ശരിക്കും നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മുടെ വാഹനങ്ങളിൽ ലോ RPMലും ഹൈ RPMലും വേണ്ട എയർ ഫ്യൂവൽ മിക്സ്ചർ ഉള്ളിലേക്ക് കയറുന്ന ടൈമിങ്ങിൽ ഹൈ RPMൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് ടൈമിങ്ങിലാണ് ഈ വാൽവ് ഓപ്പൺ ആവും ക്ലോസ് ആവും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഉള്ളിലേക്ക് കടക്കുന്ന ഫ്യൂവൽ എയർ മിക്സ്ചറിൻ്റെ അളവിൽ ഹൈ RPMലും ലോ RPMലും കയറുന്ന മിക്സ്ചറിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ഹൈ RPMൽ വളരെ ഫാസ്റ്റായിട്ട് ഈ വാൽവ് തുറന്നടയ്ക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായ അളവിൽ ഫ്യൂവൽ എയർ മിക്സ്ചർ ഉള്ളിലേക്ക് കയറണമെന്നില്ല. അപ്പോൾ അത്തരം ഹൈ RPMൽ ഇത്തരം ഫാസ്റ്റായിട്ട് എൻജിൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ എൻജിൻ്റെ ഇൻടേക്ക് വാൽവ്, അതായത് എയർ ഉള്ളിലേക്ക് കടത്തി വിടുന്ന വാൽവിൻ്റെ ടൈമിങ്ങിലും അതിൻ്റെ ടൈം ഓപ്പൺ ചെയ്തിരിക്കുന്ന ടൈം ഡ്യൂറേഷനിലും ഒരു വ്യത്യാസം, അതിൻ്റെ വണ്ടിയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ടൈം ഡ്യൂറേഷനിലും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസം വരുത്തി കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഫ്യൂവൽ ബേണിംഗ് നടത്തുക, വണ്ടിക്ക് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഇത്തരം ടെക്നോളജികളെല്ലാം ഉള്ളത്. ഒരു ക്വസ്റ്റ്യൻ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ആ വീഡിയോയിൽ ഡ്യുവൽ VVTi ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് എന്താണെന്നുള്ള ആഗ്രഹം അറിയാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.